ഭയങ്കര രസമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഒരു വലിയ കൈഡി എടുക്കാം നമുക്ക്. നേരെ ഞാൻ അപ്പക്കുട്ടനിലേക്ക് പോവാണ്. അപ്പക്കുട്ടാ, സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഒരു കാര്യം, സാധാരണ എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്. എന്തെങ്കിലും മെസ്സേജ് കൊണ്ടുവന്നാൽ ജഗദീഷ് കൂടുതൽ മാർക്ക് തരുന്ന എല്ലാവരും കളിയാക്കി പറയാറുണ്ട്. പക്ഷെ ഇതിലൊരു നല്ല മെസ്സേജ് ഉണ്ട്. അതായത് നമ്മള് എന്തെങ്കിലും ഒരു ആവേശത്തില് ആരെങ്കിലും ശപിച്ചാല് അതിന്റെ ഒരു ഫലം എന്ന് പറയുന്ന ഈ ശപിക്കുന്നവന് തന്നെ ഉണ്ടാകും എന്നുള്ളത് ഈ സ്കിറ്റിൽ ഒരു നല്ല തെളിവാണ്. കാരണം ഇതിൽ ക്ഷോഭിക്കേണ്ട കാര്യമില്ല. വിഭാണ്ടകൻ ഇങ്ങനെ ക്ഷോഭിക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെ എന്തെല്ലാം വഴികളുണ്ടായിരുന്നു. ഉടൻ തന്നെ ശപിച്ച് അതിനെ കുട്ടിയാക്കി. അതൊക്കെ ചെയ്യാമോ വിഭാണ്ടക? കോപം വരും, നമുക്ക് കോപം വരും, ദേഷ്യം വരും, അസൂയ വരും, മോശപ്പെട്ട വികാരങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുക. പെർഫോമൻസും ബ്രില്യന്റ് ആയിരുന്നു കേട്ടോ. 100ൽ ഇതിന് ഒരു 92 വരെ കൊടുക്കാം. പൊളിയായിരുന്നു. 3 പേരും. പിന്നെ ചെറുതിന്റെ പേരെന്താ? ക്യൂട്ടായിരുന്നു. നിങ്ങൾ 4 പേരും ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. സൂപ്പർ ആയിരുന്നു. സൂരജ് ഏട്ടാ, എല്ലാവരും കലക്കി. ഋഷി ശൃംഗനും അതുപോലെ തന്നെ അച്ഛനും 2 വൈശാലിമാരും പൊളിച്ചു. രശ്മി, സ്കെച്ചിൽ ഞാനും ഉണ്ടായി. ഏത് സ്കിറ്റില്? അതെ, അവരവരോട് ആ മരം വച്ചേക്കണം. ആ ക്യാരക്ടർ ഞാൻ എന്തിനാ ജനിച്ചെന്ന്. ഇതിനൊക്കെ തന്നെ താനല്ലാതെ ഇതൊക്കെ ഭംഗിയായി ചെയ്യാൻ വേറൊരു സ്ഥാനാർത്ഥിയില്ല ഈ ഭൂലോകത്ത്. വെൽക്കം ടു സൂപ്പർ ഷോ. നമ്മുടെ സൗപർണിക ഉണ്ട്. ശരിക്കും ഞങ്ങൾക്ക് ക്യൂരിയോസിറ്റിയാ, നിങ്ങൾ ഇനി അടുത്തവണ ഏത് വേഷത്തിലായിരിക്കും വരിക. എന്തായാലും ചെയ്യുന്നതെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ട് മാറുകയാണ്. മില്യൺസ് ആണ് കേട്ടോ ഓൺ സോഷ്യൽ മീഡിയ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കണേ. അപ്പൊ കീപ് ഗോയിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരിക്കും നമ്മുടെ സി കേരളം സൂപ്പർ ഷോ എന്ന് പറഞ്ഞ ഈ ഒരു ഷോ എന്താ എന്നിങ്ങനെ എല്ലാരും വിചാരിക്കണ്ടാവും. ആക്ച്വലി ഇതില് ലൈക്ക് ഫൺ ഉണ്ട്, ടാസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഡാൻസ് ഉണ്ട്, ഗിഫ്റ്റ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത് ആർക്കാണ്? ലക്ഷ്മിക്കല്ല, ജഗദീഷ് ചേട്ടനാണ് ആ ഗിഫ്റ്റ്. എനിക്ക് കൊണ്ട് തന്നായിരിക്കും. അല്ലല്ല, ജഗദീഷ് ചേട്ടൻ എടുത്തു പറഞ്ഞു. ആണോ? ജഗദീഷ് ചേട്ടൻ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. 2025 എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഗിഫ്റ്റ് ആണ്. അടിപൊളി. ഹാപ്പി ന്യൂ ഇയർ. 2025 ആദ്യത്തെ ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. നേരിട്ട് കാണുക പോലെ വേണ്ട, ഒരു ഫോട്ടോ എടുക്കണ്ട, ഗിഫ്റ്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും ഒരു ജെന്യൂൻ ആയിട്ട് എന്റെ അടുത്ത് ഇഷ്ടമുള്ള ഒരാളാ. ഹലോ. ഓ, ജഗദീഷ് ചേട്ടന്റെ വണ്ടി ഇവിടെ ഇട്ടോ? വെളിയിൽ താഴെ പാർക്ക് ചെയ്തിരുന്നു. അയ്യോ ചേട്ടാ, അല്ല തെങ്ങ് മുറിഞ്ഞു ഗ്ലാസ് പൊട്ടിയിരുന്നു. അയ്യോ, ഗ്ലാസ്സാ? അല്ല, ഞങ്ങൾക്കും കാണണം. എക്സൈറ്റ്മെന്റ് വീണ്ടും ആയിട്ടുള്ളൊരു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത് കിട്ടിയല്ലേ. എന്നാൽ പോലും സുരാജ് ഉള്ളപ്പോ ഞാനത് വാങ്ങുന്നത് ശരിയല്ല. അതുകൊണ്ട് എന്റെ ഒരു ആഗ്രഹമുണ്ട്. അതെന്താ അങ്ങനെ? നമ്മളെല്ലാം ആർട്ടിസ്റ്റുകളല്ലേ, എനിക്ക് മാത്രം കൊണ്ടുവന്ന് തരുന്നത് ശരിയല്ല. ഞാൻ ഈ ഗിഫ്റ്റ് സുരാജിന് തരികയാണ്. ഇതാണ് മനസ്സെന്ന് പറയണേ. അത് വളരെ മോശമാണ് കേട്ടോ. വളരെ. ഞാനിവിടെ വെറുതെ ഇരിക്കണം, എനിക്ക് ഗിഫ്റ്റ് വേണം. ആദ്യം ചേട്ടാ എനിക്ക് നമിതിക്ക് വേണോ? ആഗ്രഹം. ഈ ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും കൂടെ എടുത്തോളൂ പ്ലീസ്. എഴുന്നേക്കൂ. സന്തോഷത്തോടെ സ്വീകരിക്കണം. നമിത സന്തോഷത്തോടെ അല്ലേ സ്വീകരിക്കുന്നത്? സന്തോഷത്തോടെ. സുരാജ് സന്തോഷത്തോടെ അല്ലേ? സന്തോഷം. ഈ സുരാജ് ഏട്ടന്റെ ഒരു കാര്യം അപ്പോഴേക്കും തട്ടിപ്പറിച്ചു. ഹലോ, വീട്ടിൽ നിന്ന് എന്താടാ? ഹിന്ദി പടത്തിന് അഡ്വാൻസ് തന്നിരുന്നു. ക്യാൻസൽ ആയ? അഡ്വാൻസ് തിരിച്ചിട്ട് കൊടുക്കണോ? ശരി ഞാൻ എന്താ സുരാജ് ഏട്ടാ ചെലവ് ചെയ്യണേ? ഗിഫ്റ്റ് കിട്ടിയത് എന്ത് പറ്റി? ഇത് പ്രശ്നം എന്താ? ഒരു പ്രശ്നമല്ല. എനിക്ക് നമ്മൾ ഒരു പെൺകുട്ടിയാണ് ഇവിടെ ഉള്ളത്. ആ പെൺകുട്ടിക്ക് എന്റെ സ്നേഹം ഈ ചേട്ടന്മാരുടെ ഒരു സ്വഭാവം. നമിത അല്ലേ ശരിക്കും പറഞ്ഞ ഈ ബിഗ് ബ്രദേഴ്സ് പോലെ വരേണ്ടാക്കിയ. കറക്റ്റ്. അയ്യോ,
മൊത്തത്തിലൊരു അവലക്ഷണമുണ്ട്. Mandrake! Junior Mandrake! നിന്റെ കയ്യിലിരിക്കുന്ന ഈ ഓട്ടുപ്രതിമ എന്റെ ഓട്ടുപ്രതിമ അതെനിക്ക് വേണം. നീ അതെനിക്ക് തന്നാൽ നിനക്ക് ഞാൻ 5 ലക്ഷം രൂപ തരും. 5 ലക്ഷം രൂപ തർക്കിക്കുന്നില്ല. 10 തന്നേക്കാം. ഞാൻ 15 ചോദിച്ചാലോ? അടിച്ചതിന്റെ 32 പല്ലും കളഞ്ഞു ഒന്ന് കാലിത്തോളും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവമാണ്, അല്ലാത്തവർക്ക് പിശാചും. അപ്പൊ അവൻ കൊടുത്തേക്ക്. സത്യം പറഞ്ഞാലേ കൈയടിച്ചിട്ട് ഇങ്ങോട്ട് വരണോ വരണ്ടേന്നൊരു സംശയമായി പോയി, പേടിച്ച് നിൽക്കായിരുന്നു. ഒറിജിനൽ മാൻഡ്രാക്ക് നമ്മൾ ഒരുമിച്ച് നമ്മള് അതാണ് എന്നെ അവിടെ വെച്ച് കണ്ടിട്ട് ഞാൻ വിഷ് ചെയ്തിട്ട് എന്നെ മൈൻഡ് ചെയ്തില്ല. അതാണ് എനിക്ക് മനസ്സിലായില്ല എന്ന് ഇപ്പഴാ എനിക്ക് തിരിഞ്ഞത്. സിദ്ധരാജ് ജൂനിയർ മാൻഡ്രേക്കിലെ മെയിൻ വില്ലനാണ്. അതെ. അതോടൊപ്പം വേറൊരു കാര്യം പറയട്ടെ, പ്രൊഫഷണൽ നാടക രംഗത്ത് വളരെയധികം പേര് നേടിയിട്ടുള്ള ഒരു മികച്ച കലാകാരനാണ് സിദ്ധരാജ്. എത്ര വർഷമായി നമ്മൾ ഈ ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞിട്ട്? ഇതിപ്പോ ഒരു 29 വർഷമായിട്ടുണ്ടാവും. 29 വർഷമായി. ഇപ്പോഴും ജൂനിയർ മാൻഡ്രേക്ക് എന്നുള്ള ടേം തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതൊരു ജൂനിയർ മാൻഡ്രേക്ക് അല്ലേ, ഇതൊരു ജൂനിയർ മാൻഡ്രേക്ക് അല്ലേ എന്ന് സ്ഥിരം പറയാറുണ്ട്. സിനിമയ്ക്ക് ശേഷം ആൾക്കാർ അങ്ങനെ പറയണ കേട്ടിട്ടുണ്ടോ? ഈ പടം ഒരു പ്രാവശ്യമല്ല ആളുകൾ കണ്ടിട്ടുള്ളത്. ടിവിയിൽ വന്നിട്ട് 14-15 പ്രാവശ്യം കണ്ടവർ ഇനിയും കാണാതിരിക്കുന്നവരുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് ശേഷം ജനങ്ങളുടെ ഇടയിൽ ഒരു പേടി സ്വപ്നമായിട്ടുണ്ടായിരുന്നോ? അതിന് ഞാനാ ആ ഇപ്പൊ എന്നെ ഈ മാൻഡ്രേക്ക് കാരണം കൊണ്ട് ഞാൻ 140 പടം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ ഇപ്പോഴും എന്റെ സിദ്ധരാജ് എന്ന് എന്റെ പേരെന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഇപ്പോഴും എന്നെ അറിയുന്നവർക്ക് പലർക്കും എന്റെ പേരറിയില്ല. ഇപ്പൊ ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴോ പിടിക്കുമ്പോഴൊക്കെ ട്രെയിനിന്റെ അവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ മാൻഡ്രേക്ക് പോകണം തന്നെ ആൾക്കാർ ഇപ്പോഴും പറയുന്നത്. അത് എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ. തീർച്ചയായിട്ടും. ലാസ്റ്റ് ഒരു ടാസ്ക് അങ്ങേ തന്നെ ഞാൻ തരികയാണ്. ഈ ജൂനിയർ മാൻഡ്രേക്കിനെ ആർക്ക് ഗിഫ്റ്റ് ചെയ്യും? ഈ കൂട്ടത്തില് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് പോവാം. എന്റെ ഈ മോൾഡ് ഉണ്ടല്ലോ ഫസ്റ്റ് ജൂനിയർ മാൻഡ്രേക്കിന്, അത് കറക്റ്റ് ഞാൻ ഉള്ളൂര് പോയിട്ട് ഡയറക്ടർ കൂടി പോയിട്ട് അവിടെയുള്ളൊരു ആർട്ടിസ്റ്റ് എന്നെ ഇരുത്തിയിട്ട് മോഡലായി ഞാൻ ഇരുന്ന് കൊണ്ട് ക്ലൈയിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് മാറ്റിയതാണ് മെറ്റലിലേക്ക്. ഇത് ഈ വർക്ക് കഴിഞ്ഞപ്പോ നമ്മുടെ ഡയറക്ടർ പറഞ്ഞു അത് സിദ്ധന്റെ പ്രതിമയല്ല, അപ്പൊ അതുകൊണ്ട് സിദ്ധന് കൊടുത്തലാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരാള് പറഞ്ഞു അത് പറ്റില്ല, നീക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി വീട്ടിൽ കൊണ്ടുവച്ച് 2 കൊല്ലം കൊണ്ട് അത് വിറ്റ് തൊലഞ്ഞ് വീട്ടി. ആളെ പേര് ഞാൻ പറയില്ല. ഒരു ചെറിയ ഡ്യൂപ്ലിക്കേറ്റ് ലാലേട്ടൻ ഉണ്ട്. കണ്ടു പരിചയപ്പെട്ടു, ഒരുപാട് സന്തോഷം. നമുക്ക് എവിടെയും കാണാൻ കേട്ടോ. ഒന്നും തരണ്ട, വെറുതെ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പ്രോമിസ് ഇപ്പൊ ഞാൻ പാലിച്ചല്ലോ അല്ലെ. വീക്കെൻഡ് എന്തായാലും കളറായി കളർഫുൾ ആയി എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം IHNA Australia and Pavalam Cook Off Smart Curry Powder, C Kerala Super Show co-powered by Indian Institute of Commerce Lakshya and Ujala Crisp and Shine. Our ice cream partner Camry Ice Cream, special partners Kia Ceros, Equastar UPVC Rain Gutters, Cardia Coconut Oil and Milva Day-to-Day Diary Whitener. Our energy partner Sun Tips Tea saying tata bye bye and good night. Mwah.